Hi everyone, welcome back. Today we are going to learn about keyword research in Google Ads. ആദ്യം നമ്മൾ എന്താണ് കീവേഡ് എന്ന് പഠിക്കും, എന്തൊക്കെ ടൈപ്പ് ഓഫ് കീവേഡ്സ് ഉണ്ടെന്ന് പഠിക്കും, പിന്നെ എന്താണ് കീവേഡ് മാച്ചിങ് എന്ന് പഠിക്കും, കീവേഡ് മാച്ചിങ് ടൈപ്സ് എന്തൊക്കെയെന്ന് പഠിക്കും. സോ വാട്ട് ഈസ് എ കീവേഡ്? അപ്പോൾ കീവേഡ് എന്താണെന്നാണ്. So keywords are words or phrases that are used to match your ads with the terms people are searching for. വളരെ സിമ്പിൾ ആണ്. നമുക്ക് കീവേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കീവേഡ്സ് എന്താണെന്നും കീവേഡ്സ് എന്ന് പറഞ്ഞ ടേമുകൾ നമ്മൾ കേൾക്കും. ബട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ കീവേഡ്സും സെർച്ച് ടേംസും ആയിട്ട്? കീവേഡ്സ് എന്ന് പറഞ്ഞത് നമ്മൾ ഗൂഗിൾ ആഡ്സിൽ, അതായത് നമ്മുടെ അഡ്വർടൈസ്മെന്റ് ട്രിഗർ ആകാൻ നമ്മൾ ഗൂഗിളിൽ കൊടുക്കുന്ന സെർച്ച് ടേമിന് സിമിലർ ആയിട്ടുള്ള ഒരു ഫ്രേസ് ഓർ വേർഡ് ആണ് കീവേഡ്സ് എന്ന് പറയുന്നത്. സോ വൺസ് നമ്മൾ കീവേഡ്സ് എൻ്റർ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കീവേഡ്സ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ അഡ്വർടൈസ്മെന്റ് ഒരു ആഡ് ഓപ്ഷൻ പ്രോസസ്സിലോട്ട് പോകും. അപ്പോൾ ആഡ് ഓപ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഇതിനു മുന്നേ നമ്മൾ പഠിച്ചതാണ് അല്ലേ. എന്താണ് ആഡ് ഓപ്ഷൻ, എങ്ങനെയാണ് ഈ ആഡ് ഓപ്ഷൻ വർക്ക് ചെയ്യുന്നത് അല്ലേ. സോ എവറി ടൈം ആൻ ആഡ് അപ്പിയേഴ്സ് it goes through what we call the ad auction, a process that decides which ads will appear and in which order. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ കൂടി കടന്നു പോയാണ് ഗൂഗിൾ സെലക്ട് ചെയ്യുന്നത് ഏത് ആഡാണ് അവിടെ അപ്പിയർ ആവേണ്ടത് സ്ക്രീനിൽ. ഇപ്പോൾ സെർച്ച് ആഡ് ആണെങ്കിൽ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ ഏത് പൊസിഷനിൽ ആഡ് വരണം. അപ്പം നമ്മുടെ കീവേഡ് നോക്കും, ഏത് സെർച്ച് ടേംസിനാണ് നമ്മുടെ കീവേഡ്സിന് സിമിലർ ആയിട്ടുള്ള സെർച്ച് ടേംസിന് സിമിലർ ആയിട്ടുള്ള കീവേഡ്സ് ഉണ്ടെങ്കിൽ അത് ട്രിഗർ ആവും നമ്മുടെ അഡ്വർടൈസ്മെന്റ്. അങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ കീവേഡിന് മാച്ച് ചെയ്തിരിക്കുന്ന എല്ലാ കോമ്പറ്റീറ്റേഴ്സിന്റെ അഡ്വർടൈസ്മെന്റ് എല്ലാം വരും ഈ ഒരു ആഡ് ഓപ്ഷൻ പ്രോസസ്സിൽ. ക്വാളിറ്റി സ്കോർ, CTR, അങ്ങനെ പല പല ഫാക്ടേഴ്സ് കമ്പൈൻ ചെയ്ത് ഗൂഗിൾ ആഡ് റാങ്കിങ് കൊടുക്കും. സോ അങ്ങനെയാണ് നമ്മുടെ ഒരു ആഡ് വരുന്നത്. സോ ഈവൻ ഇഫ് കോമ്പറ്റീറ്റേഴ്സ് ബിഡ്സ് ഹയർ ദാൻ യു ക്യാൻ സ്റ്റിൽ വിൻ ഹയർ പൊസിഷൻ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമുക്ക് ബിഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോർമൽ ഓപ്ഷൻ പ്രോസസ്സിന്റെ ഡിഫറെൻ്റ് ആയിട്ട് ബിഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് കാണിക്കാൻ വേണ്ടി ഗൂഗിളിൽ നമ്മൾ എത്ര രൂപ കൊടുക്കുന്നു എന്നാണ് അല്ലേ. അപ്പോൾ ഈ ബിഡിങ് പ്രോസസ്സിൽ, ഈ ഒരു പർട്ടിക്കുലർ ബിഡിങ് പ്രോസസ്സിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഗൂഗിള് നമ്മുടെ അഡ്വർടൈസ്മെന്റ് കാണിക്കുമോ? ഇല്ല. നമുക്ക് നമ്മുടെ അഡ്വർടൈസ്മെന്റ് എന്തോരം റെലവൻ്റ് ആണ്, എന്തോരം ക്വാളിറ്റി സ്കോർ ഉണ്ട്, നമ്മുടെ ടാർഗറ്റ് അല്ലെങ്കിൽ ഈ യൂസറിന് എന്തോരം നമ്മുടെ അഡ്വർടൈസ്മെന്റ് റെലവൻ്റ് ആണ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്താണ് നമ്മുടെ അഡ്വർടൈസ്മെന്റ് ഡിസ്പ്ലേ ആകുന്നത്. സോ ആഡ് ഓപ്ഷൻ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ക്വാളിറ്റി സ്കോർ, എങ്ങനെയാണ് ആഡ് കാണിക്കുന്നതെന്നൊക്കെ നമ്മൾ കമ്മിങ് സെക്ഷൻസിൽ, കമ്മിങ് മൊഡ്യൂൾസിൽ നമ്മൾ പഠിക്കും. സോ നൗ വി ഹാവ് ടു ബി ഷുവർ അബൌട്ട് വാട്ട് ഈസ് എ കീവേഡ്. അപ്പോൾ കീവേഡ്സ് എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ഫ്രേസസ് ആണ് കേട്ടോ. അതായത് സെർച്ച് ടേംസിന് സിമിലർ ആയിട്ടുള്ള വേർഡ്സ് ഓർ ഫ്രേസസിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ആഡ് ഈ ഒരു പർട്ടിക്കുലർ കീവേഡ് അല്ലെങ്കിൽ ഇതിന് സിമിലർ ആയിട്ടുള്ള സെർച്ചസ് നടക്കുമ്പോഴാണ് ട്രിഗർ ആകുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് വാട്ട് ആർ ദി 2 ടൈപ്സ് ഓഫ് കീവേഡ്സ്. അപ്പോൾ കീവേഡ്സിന്റെ 2 ടൈപ്പ് ഉണ്ട്, ലോങ് ടെയിൽ കീവേഡ് ആൻഡ് ഷോർട്ട് ടെയിൽ കീവേഡ്സ്. അപ്പോൾ ലോങ് ടെയിൽ കീവേഡ്സും ഷോർട്ട് ടെയിൽ കീവേഡ്സും സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വളരെ കൂടുതലായിട്ട് കേൾക്കുന്ന ടേംസുകളാണ് ലോങ് ടെയിൽ ആൻഡ് ഷോർട്ട് ടെയിൽ കീവേഡ്സ്. അപ്പോൾ ലോങ് ടെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ട് ടെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീവേഡ്സിന് തന്നെ നമ്പർ ഓഫ് വേർഡ്സിനെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ 2 അതിൽ കുറവോ വേർഡ്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് ടെയിൽ കീവേഡ്സ് എന്ന് പറയും. 3 അതിൽ കൂടുതലോ വേർഡ്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ലോങ് ടെയിൽ കീവേഡ്സ് എന്ന് പറയും. അപ്പോൾ ഷോർട്ട് ടെയിൽ കീവേഡ്സും ലോങ് ടെയിൽ കീവേഡ്സും തമ്മിൽ എന്താ വ്യത്യാസം? ലോങ് ടെയിൽ കീവേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 3 അതിൽ കൂടുതലോ വാക്കുകളായിരിക്കും, പക്ഷേ ബയർ ഇൻറ്റൻറ്റ്, അതായത് ഇൻറ്റൻറ്റ് കൂടുതലായിരിക്കും. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഗോൾ പർച്ചേസ് ആണ് അല്ലെങ്കിൽ ഒരു സെയിൽസ് നടക്കാനാണെങ്കിൽ ആളുകൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ അത് ബ്രോഡ് അല്ല, കുറച്ചും കൂടി നിഷ് ഓഡിയൻസ് ആയിട്ട് വരും അല്ലേ. അപ്പോൾ ലോങ് ടെയിൽ കീവേഡ് ആദ്യമേ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റിൽ ചിലപ്പോൾ കോമ്പറ്റീഷൻ കുറവായിരിക്കും, എന്നാൽ നമുക്ക് എത്തേണ്ടവരിലോട്ട് കൃത്യമായിട്ട് എത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ സെക്കൻഡ് ഹാൻഡ് DVD പ്ലേയേഴ്സ്. ചുമ്മാ DVD പ്ലേയേഴ്സ് എന്ന് പറയുന്നതിനേക്കാളും സെക്കൻഡ് ഹാൻഡ് DVD പ്ലേയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി നിഷ് ആയില്ലേ. അവർക്ക് ചുമ്മാ DVD പ്ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പുതിയ DVD പ്ലേയേഴ്സ് വരും, പക്ഷെ അവർക്ക് എന്തായിരുന്നു വാങ്ങിക്കാൻ ആവശ്യം? സെക്കൻഡ് ഹാൻഡ് DVD പ്ലേയേഴ്സ്. അപ്പോൾ DVD പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസ്, വൈഡ് റേഞ്ച് ഓഫ് വെബ്സൈറ്റ്സിലോട്ട് ആഡ്സിലോട്ടൊക്കെ പോകും. സോ സെക്കൻഡ് ഹാൻഡ് DVD പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സെർച്ച് ഫിൽട്ടറായി. അപ്പോൾ അതാണ് ലോങ് ടെയിൽ കീവേഡ്സ് കേട്ടോ. ഷോർട്ട് ടെയിൽ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ 2 അതിൽ കുറഞ്ഞോ വേർഡ്സ് ആണ്, പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ വളരെ എല്ലാവരും പെട്ടെന്ന് ഗൂഗിളിൽ ചെന്ന് അവർക്ക് മനസ്സിൽ വന്നത് അപ്പം തന്നെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ വളരെ ഷോർട്ടായിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ DVD പ്ലെയർ എന്ന് ചുമ്മാ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ബ്രോഡ് ആയിട്ടുള്ള ഒരു സെർച്ച് ആണ് അല്ലേ. അപ്പോൾ കുറേ സെർച്ച് കോമ്പറ്റീഷൻ, ചിലപ്പോൾ ഈ പർട്ടിക്കുലർ DVD പ്ലെയറിലോട്ട് കുറേ വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ കുറേ ആഡ്സിന്റെ ഈ ഒരു പർട്ടിക്കുലർ കീവേഡിൽ സെർച്ച് ടേമിൽ ട്രിഗർ ആവും. അണ്ടർസ്റ്റുഡ്? സോ അതേപോലെ ഒരു എക്സാമ്പിൾ ആണ് എൻഗേജ്മെന്റ് റിംഗ്. എൻഗേജ്മെന്റ് റിംഗ് എന്ന് പറയുമ്പോൾ 2 വേർഡേ ഉള്ളൂ, വളരെ ഷോർട്ടാണ് പക്ഷെ ബ്രോഡാണ്. കുറേ, അതായത് നമുക്ക് ഷോർട്ട് ടൈൽ കീവേഡ്സ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ടും ട്രാഫിക് ജനറേറ്റ് ചെയ്യാനും കുറേ ആളുകളിലോട്ട് നമ്മുടെ അഡ്വർടൈസ്മെന്റ് എത്തിക്കാൻ വേണ്ടിയാണ് ഷോർട്ട് ടൈൽ കീവേഡ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അതേപോലെ തന്നെ നല്ലപോലെ ആഡ് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടാകണം. അപ്പോൾ ഷോർട്ട് ടൈൽ കീവേഡ്സ് നമ്മൾ ബ്രോഡായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അഡ്വർടൈസ്മെന്റ് സ്പെൻഡും നമുക്ക് കൂടുതലാവും. കുറേ ആളുകളിലോട്ട് ഒബ്വിയസ്ലി എത്തുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ചെറിയ വേർഡ് ബ്രോഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ടേം അല്ലെങ്കിൽ സെർച്ച് ഭയങ്കര ബ്രോഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് സെർച്ച് ആയതുകൊണ്ട് നമുക്ക് കുറേ ആളുകളിലോട്ട് എത്തും, കുറേ പ്രാവശ്യം നമ്മുടെ ആഡ് കാണിക്കും. ഒബ്വിയസ്ലി ഇൻ ടേൺ നമ്മുടെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് കൂടും. അതേപോലെ തന്നെ ലോങ് ടൈൽ കീവേഡ്സ് ആണെങ്കിലോ കുറച്ച് ആളുകളിലോട്ടേ കാണിക്കുള്ളൂ. കാര്യം നിഷ് ആയിട്ട് സെർച്ച് ചെയ്യുന്നവരാണ്. പ്രിൻസസ് കട്ട് ഡയമണ്ട് എൻഗേജ്മെന്റ് റിംഗ്, അപ്പോൾ അവർക്ക് വേണ്ട എന്ത് ടൈപ്പ് ഓഫ് എൻഗേജ്മെന്റ് റിംഗ് ആണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് സെർച്ചിലോട്ടാണ് പോകുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് കീവേഡ് മാച്ച് ടൈപ്സ്. അപ്പോൾ കീവേഡ് മാച്ച് ടൈപ്സ് എന്താണ്, കീവേഡ് മാച്ച് ടൈപ്സ് എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്.